എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രഷർ മർദ്ദമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള മർദ്ദങ്ങളെ കുറിച്ച് പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? സോളിഡ് പ്രഷറിനെ കുറിച്ച് പഠിച്ചു, ലിക്വിഡ് പ്രഷറിന്റെ കാര്യങ്ങൾ പഠിച്ചു, പിന്നെ എന്താണ് ഗേഷ്യസ് പ്രഷർ അല്ലേ? അതുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗേഷ്യസ് പ്രഷറും അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വാതകമർദ്ദം ഇല്ലേ, അന്തരീക്ഷ മർദ്ദം, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അന്തരീക്ഷ മർദ്ദം എന്തുമാത്രം സ്ട്രോങ് ആണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ല. അതിന് വേണ്ടിയുള്ള ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മളിവിടെ കണ്ടായിരുന്നു ഇല്ലേ? പാത്രം ചണങ്ങി പോകുന്നു, ടിന്ന് ചണങ്ങി പോകുന്നതൊക്കെ ഉണ്ടായിരുന്നില്ല അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് മൂലം. ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ എന്തുമാത്രമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കാമേ. നോക്കിയേ, കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ എ ടേബിൾ സർഫസ് ഓഫ് ഏരിയ 1 മീറ്റർ സ്ക്വയർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട്. എത്രയാണ്? 1,1325 പാസ്കൽ തന്നിട്ടുണ്ട്. വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടേബിൾ ഇല്ലേ, 1 മീറ്റർ സ്ക്വയർ കേട്ടോ. ഒരു ടേബിൾ ഇതാണ്, അതിന്റെ എന്താണ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എന്തുമാത്രം ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്തുമാത്രം ഫോഴ്സ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രഷറിന്റെ ഇക്വേഷൻ P is equal to F by A എന്ന് പഠിച്ചിട്ടുള്ളതല്ലേ. അതിൽ നിന്ന് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. F is equal to എങ്ങനെയാണ്? P into A, അതായത് പ്രഷർ ഇൻറ്റു എ നമുക്കറിയാം. പ്രഷർ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 101,325 തന്നിട്ടുണ്ട്. ഇൻറ്റു ഏരിയ 1 ആണ്. അപ്പൊ എന്താണ് കിട്ടുന്നത്? ഇതേ വാല്യൂ തന്നെ കിട്ടുമില്ലേ? അപ്പം ഇത്രയും ന്യൂട്ടൺ ഫോഴ്സ് അല്ലേ, 1,1325 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഈ 1 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഈ ടേബിളിലേക്ക് വരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഫോഴ്സ് വരുമ്പോൾ ആലോചിച്ച് നോക്ക്. ഇത്രയും വലിയ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈക്വലന്റ് ടു ഒരു പർട്ടിക്കുലർ മാസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദിസ് ഈസ് ഈക്വലന്റ് ടു ദ വെയിറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് എ മാസ് ഓഫ് എത്രയാണ്? 10,339 കിലോഗ്രാം കേട്ടോ. ഇത്രയും കിലോഗ്രാം മാസിനോട് ഈക്വൽ ആണ് ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം W ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ജി, M ഇൻറ്റു ജി എന്നാണല്ലോ W എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാസ് കണ്ടുപിടിക്കാമല്ലോ. മാസ് ഈസ് ഈക്വൽ ടു W ബൈ ജി ആണ്. W എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഫോഴ്സ് തന്നെയാണല്ലോ. അതായത് 10,1325 ഡിവൈഡ് ബൈ ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 ആണ് ഇല്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വാല്യൂ 10,339 കിലോഗ്രാം ഇത്രയും മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫോഴ്സിനോട് ഈക്വൽ ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ടേബിളിലേക്ക് എന്തുമാത്രമാണ് ആയത്? ഇത്രയും മാസ് 10,339 കിലോഗ്രാം മാസ് ആണ് ആ ടേബിളിലേക്ക് വരുന്നത്. പക്ഷേ ആ ടേബിൾ ഇവിടെ കൊളാപ്സ് ചെയ്ത് പോകുന്നില്ല. അതായത് ടേബിൾ അവിടെ താഴ്ന്നു പോകുന്നില്ല. അതിന് കാരണം എന്താണ്? അതായത് ഇത്രയും ഫോഴ്സ് അല്ലെങ്കിൽ അത്രയും മാസ് ഇല്ല, അതിനോട് ഈക്വൽ ആയിട്ടുള്ള പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് പല ഭാഗത്തുനിന്നും. അതായത് 4 സൈഡിനും ചുറ്റൂന്നും ഈ മാസിനോട് അല്ലെങ്കിൽ ഈ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടുള്ള പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്നുള്ളൂ. അപ്പം അടിഭാഗത്തുനിന്നും, പ്രധാനമായിട്ടും അടിഭാഗത്തുനിന്നും താഴോട്ടല്ലേ വരുന്നത്. നോർമലി ആക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഫോഴ്സ്, അപ്പം അടിഭാഗത്തുനിന്നും ഈ ഫോഴ്സിനോട് ഈക്വൽ ആയിട്ടുള്ള പ്രഷർ അവിടെ വരുന്നുണ്ട്. അടിഭാഗത്തുനിന്ന് മാത്രമല്ല, എല്ലാ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കൊളാപ്സ് ചെയ്ത് പോകാത്തത്. അതായത് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എല്ലാ ഡയറക്ഷനിൽ നിന്നും ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്രഷർ എങ്ങനെയാണ്? ക്യാൻസൽ ചെയ്ത് പോകും ഇല്ലേ. ആ താഴെ ഭാഗത്തൊന്നും ഫോഴ്സ് വരുന്നുണ്ട്, സെയിം പ്രഷർ അല്ലെങ്കിൽ സെയിം ഫോഴ്സ് അവിടെ പ്രഷർ വരുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ടാണ് അത് ക്രാഷ് ചെയ്ത് അല്ലെങ്കിൽ കൊളാപ്സ് ചെയ്ത് പോകാത്തതിന്റെ കാരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയും പവർ ഉള്ളതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോബ്ലം. എന്തുമാത്രം വാല്യൂ, എത്രയും ന്യൂട്ടൺ ഫോഴ്സിനോട് ഈക്വൽ ആണ് ഇത്രയും മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയി? എന്നിട്ട് അത് പോകാത്തതിന് കാരണം എന്താണ്? അതിനെ അതേ എമൗണ്ടിൽ ഈക്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ താഴെ ഭാഗത്തൊന്നും ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊളാപ്സ് ചെയ്ത് പോകാത്തത് അല്ലെങ്കിൽ തകർന്നത് പോകാത്തത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദ്രാവകങ്ങളുടെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു ലിക്വിഡ് ഒരു പാത്രത്തിൽ ഇരിക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഫോഴ്സ്, കണ്ടെയ്നറിന്റെ എല്ലാ സൈഡിൽ നിന്നും അവിടെ ബലം അല്ലെങ്കിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ. പ്രഷർ അല്ലെങ്കിൽ മർദ്ദം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാതകങ്ങളിലും എങ്ങനെയാണ്? എല്ലാ ദിശകളിലും ആക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗ്യാസ് പ്രഷർ ഈസ്, കണ്ടോ, ഗ്യാസ് പ്രഷർ ഈസ് എക്സേർട്ടഡ് ഇൻ ഓൾ ഡയറക്ഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. ദ്രാവകങ്ങളിലെ പോലെ തന്നെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നുണ്ട്.
ക്ലിയർ ആയല്ലോ? അതേ വേറെ എക്സ്പെരിമെന്റ് ചെയ്യാം. നോക്കിയോടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക കേട്ടോ. എന്നിട്ട് എന്താണ് അതിന് മുകളിൽ ഒരു കാർഡ്ബോർഡ് കൊണ്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് കാർഡ്ബോർഡിനെ നമ്മൾ അമർത്തി പിടിക്കണം. മേളുഭാഗത്ത് കാർഡ്ബോർഡ് വെച്ചിട്ട്, മനസ്സിലാവുന്നില്ല? ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തു, എന്നിട്ട് മേളുഭാഗത്ത് കാർഡ്ബോർഡ് വെച്ചു, എന്നിട്ട് നമ്മൾ ആ കാർഡ്ബോർഡിലേക്ക് നമ്മൾ കൈ കൊണ്ട് അമർത്തി പിടിക്കുക. എന്നിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ്സിനെ തിരിക്കുക, എന്നിട്ടല്ലേ റിവേഴ്സ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കൈ അങ്ങ് മാറ്റുക. നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലോ, ആ കൈ അങ്ങ് മാറ്റുക. ഇതെല്ലാം താഴേക്ക് വീഴുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണ്? ഗ്ലാസ്സിൽ ഗ്ലാസ്സിൽ ജലം ഉണ്ടല്ലോ, അതിൻ്റെ അത്രയും ജലത്തിന് ഭാരമുണ്ട്. അത്രയും ഭാരം എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ജലത്തിന്റെ ഇത്രയും ഭാരം അല്ലെ, ഇവിടുന്ന് കണ്ടല്ലോ, ഇവിടുന്ന് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈ ജലത്തിന്റെ അത്രയും ഭാരം താഴേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഭാരം മേളിലേക്കും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് ബലം, ഫോഴ്സ് എന്ന് പറയാം അല്ലെ, ഫോഴ്സ് മേളിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താഴെ പോകാതിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദ ഫോഴ്സ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ ക്യാൻ ഹോൾഡ് ദ എൻറ്റയർ വെയിറ്റ് ഓഫ് ദി വാട്ടർ ഇൻ ദ ഗ്ലാസ്. എന്ത് പറയാം? ഗ്ലാസ്സിലെ ജലത്തിന്റെ ഭാരം മുഴുവൻ ബാലൻസ് ചെയ്യാൻ ആരുണ്ട്? അന്തരീക്ഷമർദ്ദം മൂലമുള്ള ബലത്തിന് അവിടെ സാധ്യമാവുന്നുണ്ട്. അതുകൊണ്ടാണ് താഴേക്ക് പോകാത്തതിന് കാരണം. അത്രയും അറ്റ്മോസ്ഫിയർ പ്രഷർ സ്ട്രോങ് ആണ്, എല്ലാ ഡയറക്ഷനിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നത്. നമ്മുടെ ലൈഫ് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ബാലൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള ജലത്തിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഈക്വൽ ആയിട്ടുള്ള ഒരു ബാലൻസിങ് ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എങ്ങനെയാണ് കുഴപ്പമൊന്നും ഇല്ലാതെ നോർമൽ രീതിയിൽ പോകുന്നത്. നോക്കുക, the equilibrium of pressure between gases and liquids in a common phenomenon occurring in nature. കോമൺ ആയിട്ടുള്ള ഫിനോമിന ആണ് the equilibrium of pressure between gases and liquid. അതായത് വാതകങ്ങളിലും ദ്രാവകങ്ങളിലും നമ്മളുടെ മർദ്ദം പരസ്പരം തുലനാവസ്ഥ പ്രാപിക്കുന്നുണ്ട്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ തുലനാവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാധാരണ ഒരു പ്രതിഭാസമാണ്. ക്ലിയർ ആയല്ലോ? അപ്പം ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് പ്രഷർ ബാലൻസ്. കണ്ടോ? പ്രഷർ ബാലൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പറയുന്നത് മർദ്ദ സന്തുലനം എന്ന് പറയും കേട്ടോ. മർദ്ദ സന്തുലനം എന്നാണ് കേട്ടോ പറയുന്നത്. മർദ്ദ സന്തുലനം അല്ലെങ്കിൽ പ്രഷർ ബാലൻസ്. അത് പ്രഷറുടെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു കേസ് ആണ് കേട്ടോ. അവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആക്ടിവിറ്റി ഒന്ന് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെള്ളം എടുത്തിരിക്കുകയാണ്. ഒരു പരന്ന പാത്രം കണ്ടോ, ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു മെഴുകുതിരി, കണ്ടോ, പരന്ന പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു മെഴുകുതിരി നമ്മൾ കത്തിച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ ഈ കത്തിച്ചു വെച്ച മെഴുകുതിരിനെ ഒരു ഗ്ലാസ് കൊണ്ട് അടയ്ക്കുക ചെയ്യുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ കാൻഡിൽ ഫ്ലെയിം? മെഴുകുതിരി നാളത്തിന് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു എയർ പ്രഷർ ഇൻസൈഡ് ദ ഗ്ലാസ്? വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ ദ വാട്ടറിൽ? കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പം നമ്മൾ ഗ്ലാസ് വെച്ച് അടച്ചു. ഗ്ലാസ് വെച്ച് അടയ്ക്കുമ്പോൾ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മെഴുകുതിരി നാളത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് എന്ത് സംഭവിക്കും? പിന്നെ കെട്ടുപോകും അല്ലേ. ക്യാൻഡിൽ ഫ്ലെയിം ഗോസ് ഔട്ട് ആഫ്റ്റർ സം ടൈം എന്ന് പറയാം. ഗോസ് ഔട്ട് എന്ന് പറയാം അല്ലേ. ക്യാൻഡിൽ ഫ്ലെയിം ഗോസ് ഔട്ട് എപ്പോഴാണ്? കുറച്ച് സമയം അല്ലേ, ആഫ്റ്റർ സം ടൈം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ നിൽക്കും. അതിന് ശേഷം എന്ത് സംഭവിക്കും? അത് കെട്ടുപോകും ഇല്ല. അതെന്തായിരിക്കാം കാരണം? എന്താണ്? ഇതിനുള്ളിൽ ഓക്സിജൻ ഉണ്ട് ഇല്ലേ. മനസ്സിലായി? നമുക്ക് കത്താൻ എന്ത് വേണം? ഓക്സിജൻ വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ ഓക്സിജൻ ഉണ്ട്. ആ ഓക്സിജൻ എമൗണ്ട് അവിടെ തീരും. കാരണം ഇത് കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. കത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ഇത് കത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ തീർന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് അണഞ്ഞു പോകും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ കത്തുവോ? മനസ്സിലായല്ലോ? ഇനി വാട്ട് ഹാപ്പൻസ് ടു ദി എയർ പ്രഷർ ഇൻസൈഡ് ദ ഗ്ലാസ്? അപ്പോൾ ഉള്ളിലെ എയർ പ്രഷർ എന്ത് സംഭവിക്കും? ഫ്ലെയിം അവിടെ എന്ത് സംഭവിച്ചു? കെട്ടുപോയി ഇല്ല. അപ്പൊ എന്താ സംഭവിക്കും? ഇതിന്റെ ഉള്ളിലെ എയറിന് എന്താണ് സംഭവിക്കുന്നത്? എയർ അവിടെ തണുക്കാൻ തുടങ്ങും. അതായത് ടെമ്പറേച്ചർ ഇവിടെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ അവിടെ കുറയും. തണുത്ത് കഴിയുമ്പോൾ മനസ്സിലാവുന്നത്? തീ അവിടെ കെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ഉള്ളിലെ ഉള്ളു തണുക്കാൻ തുടങ്ങും. അതായത് അവിടുത്തെ ടെമ്പറേച്ചർ താഴും. അപ്പൊ ടെമ്പറേച്ചർ താഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഉള്ളിലെ പ്രഷർ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ താപനില കുറയുമ്പോൾ പ്രഷർ എന്ത് സംഭവിക്കും? പ്രഷർ അവിടെ കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രഷർ അവിടെ കുറയും. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രഷർ എയർ പ്രഷർ ഇൻസൈഡ് ദ ഗ്ലാസ് എന്ന് ചോദിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാം. പ്രഷർ ഡിക്രീസസ് എന്ന് പറയാം. റീസൺ മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? ഉള്ളിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു. ഓക്സിജന്റെ പ്രസൻസിൽ അത് കത്തും. ദെൻ അവിടെ ഉള്ള ഓക്സിജൻ മുഴുവൻ കത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കും? ഓക്സിജൻ തീർന്നു കഴിയുമ്പോൾ അത് കെട്ടുപോകും.
അപ്പൊ എയർ പ്രഷർ എന്ത് സംഭവിക്കും? കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനുള്ള ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പൊ പ്രഷർ കൂടുതലാണ്. കെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയും, അതനുസരിച്ച് പ്രഷറോടെ കുറയും, പ്രഷർ ഡിക്രീസ് എന്ന് പറയാം. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ദ വാട്ടർ ലെവൽ? വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ പ്രഷർ കുറഞ്ഞു, ഇതിനകത്ത് ഉള്ളിലത്തെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ ഉള്ളിലത്തെ പ്രഷർ എന്താണ്? കുറയുവാണ് ചെയ്യുന്നത്, ഉള്ളിലെ പ്രഷർ കുറയും. ക്ലിയർ ആയല്ലോ? അപ്പം ഈ പുറത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, ക്ലിയർ അല്ല? അപ്പൊ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും എന്തായിട്ട് മാറും? കുറവായിരിക്കും ഉള്ളിലെ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പ്രഷർ എന്ത് ചെയ്യും? ഇവിടെ പുള്ളി ചെയ്യും, ഇല്ലേ? അറ്റ്മോസ്ഫിയർ പ്രഷർ ആയി വെള്ളത്തിനെ ഇങ്ങോട്ട് പുള്ളി ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതാ വെള്ളം കണ്ടില്ലേ, മനസ്സിലാവുന്നു? ഇത്രയും ലെവൽ ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ പ്രഷർ എങ്ങനെയാണ്? ഇവിടുത്തെ പ്രഷറുടെ കുറവാണ്, ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്, ഇല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ഇത് താഴോട്ട് തള്ളും, ആ പ്രഷർ ഉപയോഗിച്ച് താഴോട്ട് തള്ളിയിട്ട് ആ വെള്ളത്തിനെ ഉള്ളിലേക്ക് കയറ്റും. അപ്പൊ വാട്ടർ ലെവൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വാട്ടർ ലെവൽ റൈസസ് എന്ന് പറയാം, അല്ലേ? വാട്ടർ ലെവൽ റൈസസ് കേട്ടോ, റൈസസ് ഇൻസൈഡ് ദ ഗ്ലാസ് എന്ന് പറയാം, ഗ്ലാസിന്റെ ഉള്ളിലേക്ക്, അല്ലേ? ഗ്ലാസിന്റെ ഉള്ളിലെ വാട്ടർ ലെവൽ എങ്ങനെയാണ്? റൈസസ്, ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. റീസൺസ് മനസ്സിലായോ? ക്ലിയർ ആണെന്ന്? അതായത് പുറത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണ്, ഉള്ളിലെ പ്രഷർ കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കുറയുന്നുണ്ട്. അപ്പം ഈ പുറത്തെ പ്രഷർ മൂലം വെള്ളം ഉള്ളിലേക്ക് തള്ളും, അപ്പം ഉള്ളിൻ്റെ അകത്തോട്ട് കയറും. ഇനി കയറിയിട്ട് അങ്ങനെ നിൽക്കുമോ? ഇല്ല, ഈ ഇവിടെ ഒരു പുറത്തൊരു പ്രഷറുണ്ട്, ഉള്ളിൽ ഒരു പ്രഷറുണ്ട്. ഈ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന് ഇവിടുത്തെ അകത്തെ പ്രഷറും പുറത്തെ പ്രഷറും, അകത്തെ പ്രഷറുണ്ട്, ഈ പ്രഷറും ഇവിടുത്തെ പുറത്തെ പ്രഷറും എങ്ങനെയാണ്? ഈക്വൽ ആവും. മനസ്സിലാവുന്നുള്ളൂ ഞാൻ? അപ്പൊ ഈക്വൽ ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ അവിടെ കൂടത്ത കുറയത്തൊന്നുമില്ല, അങ്ങനെ തന്നെ നിൽക്കും, ഒരു ലെവൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ബട്ട് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, വാട്ടർ ലെവൽ റിമൈൻ സ്റ്റേബിൾ when the pressure inside the glass and the atmospheric pressure outside the glass are in equilibrium. ഇത് വാട്ടർ ലെവൽ പിന്നെ എന്തായിട്ട് നിൽക്കും? ഉയർന്നു വരും, എന്നിട്ട് പിന്നെ വാട്ടർ ലെവലിൽ നിൽക്കും, ഫുള്ളായിട്ട് കയറത്തൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ രണ്ടിൻ്റെയും പ്രഷർ ഈക്വൽ ആവുന്ന ആ കണ്ടീഷൻ വരെ ഉള്ളൂ അത് വെള്ളം കയറത്തുള്ളൂ. ഉള്ളിലെ പ്രഷറും പുറത്തെ പ്രഷറും ഈക്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു ലെവലിൽ തന്നെ നിൽക്കും, പിന്നെ അവിടെ കൂടുക കുറയൊന്നും ചെയ്യല. മനസ്സിലായല്ലോ? അപ്പൊ വാട്ടർ ലെവൽ കൂടാൻ കാരണം എന്താണ്? ഉള്ളിലേക്ക് കയറാൻ കാരണം എന്താണ്? പ്രഷർ കുറയുന്നതുകൊണ്ടാണ്, പുറത്തെ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ടാണ് അത് കുറയാനുള്ള കാരണം. ഓക്കെ ആണല്ലോ? ഇനി ഇതാ ഇവിടെ വേറൊരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഇത് നമ്മുടെ സിറിഞ്ചാണ് അല്ലേ? സിറിഞ്ചില് അതാ ഇവിടെ നമ്മളെ നീഡിൽ വെക്കുന്ന ഭാഗത്തെ കൈകൊണ്ട് എന്താണ് ഇവിടെ അടച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ പിസ്റ്റൺ ഉണ്ടല്ലോ, പിസ്റ്റൺ എന്താ സംഭവിക്കുന്നത്? സിറിഞ്ചിന്റെ പിസ്റ്റൺ അല്പം പുറകോട്ട് വലിച്ച് കേട്ടില്ല, ഇങ്ങനെ വലിക്കുക. നമ്മൾ പിസ്റ്റൺ നമ്മളിങ്ങനെ പുറകോട്ട് വലിച്ചു, എന്നിട്ട് എന്താണ് ഈ കൈ, ഈ മുൻവശത്തെ ദ്വാരം ഹോൾ ഉണ്ടല്ലോ, കൈ കൊണ്ട് അമർത്തി പിടിക്കുക. ക്ലിയർ ആയല്ലോ? എന്നിട്ട് നമ്മൾ ഈ പിസ്റ്റൺ ഫുള്ളായിട്ട് കുറച്ച് പുറത്തോട്ട് വലിച്ചിട്ട് നമ്മൾ അമർത്തി പിടിക്കുക, ഈ ഒരു ഭാഗത്ത് അമർത്തി പിടിക്കുക, എന്നിട്ട് ഫുള്ളായിട്ട് വലിച്ചിട്ട് അങ്ങ് വിടുക. വലിച്ചിട്ട് വിടുമ്പോൾ അത് എന്ത് കാണാൻ സാധിക്കും? അത് തിരിച്ച് എന്താണ് അങ്ങോട്ട് തന്നെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ പിസ്റ്റനെ ആദ്യമേ പുറത്തോട്ട് വലിച്ചു, എന്നിട്ട് ഇവിടെ ഹോൾ ഉണ്ട് അല്ലേ? ഈ ഹോള് നമ്മൾ കൈകൊണ്ട് ക്ലോസ് ചെയ്ത് വെച്ചു, എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് വലിക്കുക. മനസ്സിലായല്ലോ? വലിച്ചിട്ട് വിട്ട് കഴിയുമ്പോൾ ഇത് നേരെ തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ റീസൺ എന്തായിരിക്കാം? എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ തിരിച്ചു പോകാനുള്ള കാരണം, ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള കാരണം എന്താണ്? നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ പുറത്തേക്ക് വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉള്ളിലെ വോളിയം കൂടുകയല്ലേ ചെയ്യുന്നേ? ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ പിസ്റ്റൺ പുറത്തോട്ട് വലിക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലെ എയർ ഉണ്ടല്ലോ, എയറിന്റെ വോളിയം എങ്ങനെയാണ്? വോളിയം അവിടെ കൂടും അല്ലേ? വോളിയം കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രഷറിന് എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ അവിടെ കുറയുകയല്ലേ ചെയ്യുന്നത്? പഠിച്ചല്ലേ? വോളിയം കൂടുമ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണല്ലേ, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുമെന്ന് പഠിച്ചു. ഇതിന്റെ ഉള്ളിലെ പ്രഷർ എങ്ങനെയായിരിക്കും? ഇതിന്റെ ഉള്ളിലെ പ്രഷർ വളരെ കുറവായിരിക്കും, അതായത് പുറത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവായിരിക്കും. ക്ലിയർ ആണെന്ന് പറഞ്ഞേ? അപ്പം ഇത് ലോവർ ആകുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണ് ഇല്ല? അപ്പൊ എന്ത് ചെയ്യും? ഇതിന് ഈ പിസ്റ്റനെ, ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈ പിസ്റ്റനെ ഉള്ളിലേക്ക് തള്ളും, കൂടുതലായതുകൊണ്ട്. ഉള്ളിലെ പ്രഷർ കുറവാണ്, പുറത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈ പിസ്റ്റനെ അങ്ങോട്ട് തള്ളും, അപ്പൊ അതുകൊണ്ട് അത് ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു പോകും. അപ്പം ദ പിസ്റ്റൺ മൂവ്സ് ബാക്ക് എന്ന് കാരണം എന്താണ്? അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ റെഡ്യൂസ്ഡ് പ്രഷർ ഇൻസൈഡ് ദ സിറിഞ്ച് എന്ന് പറയാം.
മനസ്സിലാവുന്നുണ്ടോ? അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണ്. നമ്മളിവിടെ പുറത്തോട്ട് വലിച്ചപ്പോൾ ഇവിടുത്തെ എന്താണ് വോളിയം കൂടി. റീസൺ മനസ്സിലാക്കട്ടെ, വോളിയം കൂടി അപ്പൊ പ്രഷർ കുറഞ്ഞു. അപ്പൊ എന്ത് പറയാം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗ്രേറ്റർ ആണെന്ന് പറയാം. എന്തിനേക്കാളും അത് റെഡ്യൂസ്ഡ് പ്രഷർ ഇൻസൈഡ് ദ സിറിഞ്ച്. സിറിഞ്ചിന്റെ ഉള്ളിലെ റെഡ്യൂസ്ഡ് പ്രഷർ അല്ലേ, പ്രഷർ കുറയാൻ കാരണം എന്താണ്? വോളിയം കൂടിയതുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പം അതുകൊണ്ടാണ് തിരിച്ചു പോകാനുള്ള കാരണം. ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വോളിയവും പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കോട്ടെ. വോളിയം പ്രഷറുമായിട്ടുള്ള കണക്ഷനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അതിന്റെ ആൻസേഴ്സ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്യാൻഡിൽ ഫ്ലെയിമിന്റെ കാര്യത്തിൽ വാട്ട് ഹാപ്പൻസ് ടു ദ ക്യാൻഡിൽ ഫ്ലെയിം ഗോസ് ഔട്ട് ആഫ്റ്റർ സം ടൈം എന്ന് പറയുന്നുണ്ട്. കാരണമാണ്, റീസൺ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്സിജൻ ഇൻസൈഡ് ദ ഗ്ലാസ് ഗെറ്റ്സ് യൂസ്ഡ് അപ്പ് ഡ്യൂറിങ് ബേണിംഗ് അല്ലെ, ബേണിങ്ങിന് വേണ്ടി കത്താൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് വിത്തൗട്ട് ഓക്സിജൻ ദ ഫ്ലെയിം കനോട്ട് കണ്ടിന്യൂ, ഫ്ലെയിം അവിടെ കണ്ടിന്യൂ ചെയ്യില്ല. വാട്ട് ഹാപ്പൻസ് ടു ദ എയർ പ്രഷർ ഇൻസൈഡ് ദ ഗ്ലാസ്, എയർ പ്രഷർ എന്ത് സംഭവിക്കും? എയർ പ്രഷർ അവിടെ എന്താണ്? കുറയുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ടെമ്പറേച്ചർ അവിടെ കുറയും. അതായത് the flame goes out, the air inside cools down. എന്താണ്? ടെമ്പറേച്ചർ അവിടെ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? reduces the pressure. പ്രഷർ അവിടെ കുറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉള്ളിലെ പ്രഷർ കുറയും. ദെൻ എയർ പ്രഷർ ഇൻസൈഡ് ബിക്കം ലോവർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഔട്ട്സൈഡ്. പുറത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവാകും. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ വാട്ടർ ലെവൽ? വാട്ടർ ലെവൽ ചേഞ്ച് ചെയ്യാൻ കാരണം എന്താണ്? ഔട്ട്സൈഡ് പ്രഷർ ഈസ് നൗ ഗ്രേറ്റർ, ഇറ്റ് പുഷസ് ദ വാട്ടർ അപ്പ് ഇൻ ടു ദ ഗ്ലാസ്. ഔട്ട്സൈഡ് പ്രഷർ കൂടുതലാണ്, അപ്പോൾ എന്താണ്? അത് വാട്ടറിനെ ഉള്ളിലേക്ക് കയറ്റും. ദസ് ദ വാട്ടർ ലെവൽ റൈസസ് ഇൻസൈഡ് ദ ഗ്ലാസ്. ഗ്ലാസിനുള്ളിലെ വാട്ടർ ലെവൽ എങ്ങനെയാണ്? കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ എത്തും. രണ്ടും ഒരുപോലെയാവും. അതെപ്പോഴാണ്? രണ്ടിൻ്റെയും പ്രഷർ ഈക്വൽ ആവുന്ന സിറ്റുവേഷനിൽ അത് ഒരുപോലെയായിട്ട് നിൽക്കും. മനസ്സിലായല്ലോ? ഞാൻ അടുത്ത നോക്കിയാൽ സിറിഞ്ചിന്റെ കേസിലോട്ട് എന്താണ് സംഭവിക്കുന്നത്? ദ പിസ്റ്റൺ ഗോസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ്? പുള്ളിങ് ബാക്ക് ദ പിസ്റ്റൺ ഇൻക്രീസസ് ദ വോളിയം കേട്ടോ, ഇൻക്രീസസ് ദ വോളിയം ഓഫ് എയർ ഇൻസൈഡ് ദ സിറിഞ്ച്. സോ എയർ പ്രഷർ ഇൻസൈഡ് ദ സിറിഞ്ച് ബിക്കംസ് ലോവർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ, പുറത്തുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും കുറവാകും. ദ ഗ്രേറ്റർ കേട്ടോ, ദ ഗ്രേറ്റർ അറ്റ്മോസ്ഫിയർ പ്രഷർ പുഷസ് ദ പിസ്റ്റൺ ബാക്ക് ഇൻവേർഡ് റെസ്റ്റോറിംഗ് ബാലൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ദ പിസ്റ്റൺ മൂവ്സ് ബാക്ക് ബിക്കോസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ദ റെഡ്യൂസ്ഡ് പ്രഷർ ഇൻസൈഡ് ദ സിറിഞ്ച്. പ്രഷർ പുറകോട്ട് പോകുന്നതിന് പിസ്റ്റൺ എന്താണ്? പുറകോട്ട് പോകുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. ഉള്ളിലെ പ്രഷറിനേക്കാൾ ഉള്ളിലെ കുറയുന്ന പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷർ കുറയാൻ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. വോളിയം അവിടെ കൂടിയത് കൊണ്ടാണ് പ്രഷർ അവിടെ കുറഞ്ഞത്. ആ കുറഞ്ഞ പ്രഷറിനേക്കാളും കൂടുതലാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇല്ല, അതുകൊണ്ടാണത് തിരിച്ച് പുറകോട്ട് പോകാനുള്ള, അതുകൊണ്ടാണ് ആ പിസ്റ്റൺ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനുള്ള റീസൺ. മനസ്സിലായല്ലോ? കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കോട്ടെ. ഇങ്ങനെ വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആൻസർ ആയിട്ട് ഇത് മാത്രമാണെങ്കിലും എഴുതിയാലും മതി കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, വൺ വേർഡിൽ എഴുതിയാലും മതി. പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇത് മനസ്സിലായല്ലോ? പ്രഷർ ബാലൻസ് കേട്ടോ. അപ്പൊ ഈ പ്രഷറും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദം ബേസ്ഡ് ഓൺ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. റബ്ബർ സക്കേഴ്സ് സ്റ്റിക്സ് ടു മൂവ് സർഫസ്. റബ്ബർ സക്കേഴ്സ് ഇല്ലേ, റബ്ബർ സക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കണ്ടല്ലോ. ഇതാണ് റബ്ബർ സക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. റബ്ബർ സക്കറുകൾ മിനുസമുള്ള പ്രതലത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലേ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന് റീസൺ എന്താണ്? സ്മൂത്ത് സർഫസിൽ അത് പറ്റിപ്പിടിച്ചിരിക്കും, നല്ല സ്റ്റിക്കായിട്ട് അവിടെ ഇരിക്കുന്നു അല്ലെ. അതിലൊക്കെ കണ്ടില്ല, സാധനങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്തിടാൻ അല്ലെങ്കിൽ തൂക്കിയിടാനൊക്കെ സാധിക്കും ഇല്ല. അതിന് കാരണം എന്താണ്? നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമല്ലേ, നമ്മൾ സ്മൂത്ത് സർഫസിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്? ഉള്ളിലെ പ്രഷറിനെ നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിന്റെ ഉള്ളിലെ പ്രഷർ എന്തായിരിക്കും? ലോ പ്രഷർ ആയിട്ട് മാറും. അവിടെ the air sucker is pressed on a smooth surface. The air between the sucker and the surface is pushed out. നമ്മളിങ്ങനെ പ്രസ് ചെയ്യാൻ നേരത്ത് ആ സക്കർ ഉണ്ടല്ലോ, ആ സർഫസും അവിടെയുള്ള പ്രഷർ നമ്മൾ പുഷ് ഔട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ ലോ പ്രഷർ റീജിയൻ ഇൻസൈഡ് ദ സക്കർ, ആ സക്കറിന്റെ ഉള്ളിലാണ് ചെറിയ പ്രഷർ ആയിരിക്കും. പക്ഷെ അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ എങ്ങനെയാണ്? കൂടുതലായിരിക്കും ഇല്ലേ. അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ആ ഇൻഫ്ലുവൻസ് ഇതിലേക്ക് വരും ഇല്ല. ഉള്ളിൽ എങ്ങനെയാണ്? കുറഞ്ഞ പ്രഷറാണ്. അപ്പോൾ അത് മുകളിലുള്ള അറ്റ്മോസ്ഫിയർ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് മൂലം അത് നല്ല സക്കായിട്ട് ഇരിക്കും, അത് നല്ല ഒട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും. The higher outside air pressure presses the sucker tightly against the surface. Therefore, rubber sucker sticks to smooth surface due to atmospheric pressure. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാവും, അതായത് ഉള്ളിലെ പ്രഷറിനേക്കാളും അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത്
സ്റ്റിക്ക് ചെയ്ത് അവിടെ നിൽക്കും. ക്ലിയർ ആണെന്നുള്ളതാണ് റബ്ബർ സക്കർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കിയേ, മൗണ്ടൻ ക്ലൈംബേഴ്സ് ഓഫൺ എക്സ്പീരിയൻസ് നോസ് ബ്ലീഡ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. പർവ്വതാരോഹകർക്ക് ഇങ്ങനെയാണ്, ഉയരങ്ങളിൽ എത്തുമ്പോൾ മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവാറുണ്ട് അല്ലേ. അതിന് കാരണം എന്താണ്? നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രഷറിന് എന്ത് സംഭവിക്കും? പ്രഷർ അവിടെ എങ്ങനെയായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ എങ്ങനെയായിരിക്കും? ലോവർ ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലേ, സീ ലെവലിൽ നിന്ന് മേളിലേക്ക് പോകുന്നതോറും എങ്ങനെയാണ്? എയർ പ്രഷർ അവിടെ എങ്ങനെയാണ്? കുറഞ്ഞല്ലേ വരുന്നത്. അപ്പം മുകളിലോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ അവിടെ കുറവായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ബോഡിയിൽ എന്താണ്? ബ്ലഡ്സ് ഉണ്ട്. ബ്ലഡിന്റെ ഒക്കെ പ്രഷർ ഉണ്ട്. ഒരു പർട്ടിക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഈ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള പ്രഷറിനേക്കാളും കുറവായിരിക്കും എന്താണ് ആ സമയത്ത് മേളിലോട്ട് പോകുന്നവരും അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണെന്നല്ലോ ഞാൻ. അപ്പം നമ്മുടെ ബോഡിയിൽ ഉള്ളിലാണ്, നമ്മുടെ ഈ ബോഡിയിലുണ്ട്, നമ്മുടെ ബോഡിയിൽ ഉള്ളിലെ ഉള്ളിലെ പ്രഷർ ആയിരിക്കും അവിടെ കൂടുതൽ. അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഈ ഉള്ളിലെ പ്രഷർ മൂലം ബ്ലഡ് വെസൽസ് എന്താണ് പൊട്ടിച്ച് ബ്ലഡ്സ് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹൈ പ്രഷർ ഇൻസൈഡ് അവർ ബോഡി. ക്ലിയർ ആണെന്നുള്ളതാണ്. അതായത് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും, അപ്പം നമ്മുടെ ബോഡിയിലുള്ളിലെ പ്രഷർ ആയിരിക്കും കൂടുതൽ. അതിന്റെ ഫലമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം റീസൺ ഇതാണ് കേട്ടോ. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോവർ. ദ ബ്ലഡ് വെസൽസ് ഇൻസൈഡ് ദ നോസ് ആർ അഡാപ്റ്റഡ് ടു ഹയർ പ്രഷർ അറ്റ് ലോവർ ഓൾട്ടിറ്റ്യൂഡ്. ദ റെഡ്യൂസ്ഡ് ഔട്ട്സൈഡ് പ്രഷർ കോസസ് ബ്ലഡ് വെസൽ ടു എക്സ്പാൻഡ് ആൻഡ് സംടൈംസ് റാപ്ചർ ലീഡിങ് ടു നോസ് ബ്ലീഡ്സ്. അപ്പം നമ്മുടെ എന്താണ് പുറത്തെ പ്രഷർ കുറവാണ്, ഉള്ളിലെ പ്രഷർ കൂടുതലാണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ബ്ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കിയേ, ഹോൾസ് ആർ മെയ്ഡ് ഓൺ ദ ഇഞ്ചക്ഷൻ ബോട്ടിൽ വിത്ത് എ നീഡിൽ ഡ്യൂറിങ് എ ഡ്രിപ്പ് ഇഞ്ചക്ഷൻ. നിങ്ങൾ കണ്ടില്ലേ, ഡ്രിപ്പ് ഒക്കെ ഇടുമ്പോഴല്ലേ നമുക്കറിയാമല്ലോ, ഡ്രിപ്പ് ഒക്കെ ഇടാൻ നേരത്തെ സിസ്റ്റേഴ്സുമാർ നഴ്സസ്മാർ വന്ന് ചെയ്താൽ ഡ്രിപ്പ് ഇടുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സിറിഞ്ച് വെച്ച് കുത്താറുണ്ട്. മേൾഭാഗത്ത് ഇങ്ങനെ ഒരു ഹോൾ ഇടാറുണ്ട്. എന്നിട്ട് ആ സിറിഞ്ച് അവിടെ വെക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ വെക്കുന്നത്? ഡ്രിപ്പ് ഇഞ്ചക്ഷൻ നൽകുമ്പോൾ ഇഞ്ചക്ഷൻ ബോട്ടിലിൽ സൂചി കൊണ്ട് തുളകൾ ഇടുന്നു. അതിന് കാരണം എന്താണ്? അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ലിക്വിഡ് ഫ്ലോ ചെയ്യണം, സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലെയും എന്താണ് പ്രഷർ ഈക്വൽ ആയിട്ടിരിക്കണം. അപ്പം എന്താണ്, നമ്മൾ ഹോൾസ് ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഹോൾസ് ഒന്നും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസ് ഇടുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യും. എൻറ്റർ ചെയ്യുമ്പോൾ എന്തായിട്ട് ഈ ഉള്ളിലെ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആയിട്ട് നിൽക്കും. അപ്പോൾ സ്റ്റഡി ആയിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ അവിടെ നടക്കും. ഒരുപാട് ഫ്ലോ ആവാതെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഫ്ലോ അവിടെ നടക്കും. അപ്പം അതിനു വേണ്ടിയാണ് ഇവിടെ ഹോൾസ് ഇടുന്നത്. ഇനി അടുത്ത നോക്കിയേ, പാസഞ്ചേഴ്സ് ട്രാവലിംഗ് അപ് ഹിൽ ഓൺ എ ഗഡ് റോഡ് എക്സ്പീരിയൻസ് ഇയർ പെയിൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗഡ് റോഡ് മുകളിലോട്ട് ചുരം കയറുന്ന സമയങ്ങളിലൊക്കെ മുകളിലോട്ട് പോകുന്നതോറും ചുരം കയറുന്ന വാഹനങ്ങളിൽ ഇരിക്കുന്ന യാത്രക്കാർക്ക് ചെവി വേദനയൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതെന്താണ് സംഭവിക്കുന്നത്? മുകളിലേക്ക് പോകുന്നതോറും എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുമല്ലേ ചെയ്യുന്നത്. ഓൾട്ടിറ്റ്യൂഡ് മുകളിലേക്ക് കയറുന്നതോറും എന്ത് സംഭവിക്കുന്നു? ഹൈറ്റ് കൂടുന്നതോറും എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ് സംഭവിക്കുന്നത്? കുറവ് അല്ലെ. അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായിരിക്കും, നമ്മുടെ ചെവിക്ക് ഉള്ളിലുള്ള പ്രഷർ എങ്ങനെയും കൂടുതലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമ്മുടെ ബോഡിയിലുള്ള പ്രഷർ, നമ്മൾ മുമ്പേ നോസ് ബ്ലീഡിങ് പറഞ്ഞില്ലേ, ബോഡിയിലുള്ള പ്രഷർ കൂടുതലായിരിക്കും, പുറത്തെ പ്രഷർ അവിടെ കുറവായിരിക്കും. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസ് കാരണം എന്ത് സംഭവിക്കും? എന്താണ് ഈ ഇയർ ഡ്രം കേട്ടോ, ഇയർ ഡ്രമ്മിലേക്ക് എന്താണ് ഒരു സ്ട്രെച്ചിങ് ഒക്കെ വരാറുണ്ട്. അതിന് പരമായിട്ടാണ് എന്താണ് ഈ പെയിൻ ഒക്കെ വരുന്നത് കേട്ടോ. ദെയർ പ്രഷർ ഇൻസൈഡ് ദെയർ റിമൈൻസ് ഹയർ ഫോർ എ വൈൽ അല്ലേ. മേലോട്ട് പോകുന്നതോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. അപ്പോൾ നമ്മുടെ ചെവിയിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. ദിസ് പ്രഷർ ഡിഫറൻസ് അക്രോസ് ദ ഇയർ ഡ്രം കോസസ് സ്ട്രെച്ചിങ് ആൻഡ് ഇയർ പെയിൻ അണ്ടിൽ ദ പ്രഷർ ഈക്വലൈസ്. ആ പ്രഷർ ഈക്വലൈസ് ആവുന്ന സിറ്റുവേഷൻ വരെ നമുക്ക് ആ പെയിൻ, ഇപ്പം ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പം അറിയാൻ മേലേ നമ്മളൊരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകുന്നത് നമുക്ക് ഇയർ പെയിൻ ഉണ്ടാവും. അതിൻ്റെ റീസൺ ഇതാണ്, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതോറും എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെ ബോഡിയിലത്തെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇയർ ഡ്രമ്മിൽ ഹൈ പ്രഷർ അല്ലേ, ഇയർ ഡ്രമ്മിൽ ഹൈ പ്രഷർ വരുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ദാറ്റ് ഈസ് എ റീസൺ. അതൊന്ന് ബാലൻസ് ചെയ്യുന്നത് വരെ നമുക്ക് പെയിൻ അനുഭവപ്പെടും. ക്ലിയർ ആണല്ലോ? അപ്പം ഇതെല്ലാം അറ്റ്മോസ്ഫിയറിക് പ്രഷറും നമ്മുടെ ഔട്ട്സൈഡ് പ്രഷർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എടുക്കുന്നത് അവിടുത്തെ പ്രഷറും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് പ്രഷർ ബാലൻസ് അല്ലെങ്കിൽ മർദ്ദ സന്തുലനം എന്ന് പറയുന്നത്. രണ്ടും ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷറും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടുത്തെ പ്രഷറും ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള
പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ ബാലൻസ് അല്ലെങ്കിൽ മർദ്ദ സന്തുലനം ഈ ആപ്ലിക്കേഷൻ ലെവലുള്ള ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇതെല്ലാം അറ്റ്മോസ്ഫിയർ പ്രഷർ, അതായത് ഓൾട്ടിറ്റ്യൂഡ് ഇല്ലേ, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു എന്നൊരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കേട്ടോ. ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബേസിസിലാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ഞാൻ പറഞ്ഞു ഇത് ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ലെറ്റസസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ 3 പ്രഷറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ലിക്വിഡ് പ്രഷർ കണ്ടു, ഗേഷ്യസ് പ്രഷർ കണ്ടു, സോളിഡ് പ്രഷർ അല്ലേ. അത് കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. കൺഫ്യൂഷൻ ആകാതെ ഓരോരോ സെക്ഷനും നിങ്ങൾ എടുത്തിട്ട് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എങ്ങനെയാണ് റിലേഷൻ അല്ലേ. നമ്മൾ ഗ്യാഷ്യസിൻ്റെ കേസിൽ കണ്ടില്ലേ, ഗ്യാസ് പ്രഷറും വോളിയവും തമ്മിലുള്ള റിലേഷൻ കണ്ടു, ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ കണ്ടു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും അല്ലേ. അങ്ങനെ ഓരോരോ പോയിന്റുകളായിട്ട് നിങ്ങൾ എഴുതി തന്നെ വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രഷർ ബാലൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. നല്ലോണം പഠിക്കുക. ഇതിലും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ഇതിൻ്റെ ലെറ്റസസ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലെറ്റസസിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. എങ്കിലേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ആ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.